നമ്മുടെ വൈപ്പിൻവരയിലെ ഇടവനക്കാട് ടേബിൾ റെസ്റ്റോറൻറ്റിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. എന്തിനാണെന്നല്ലേ, ഇവിടത്തെ കുക്കർ മദ്ഹൂദ് കഴിക്കുക. മദ്ഹൂദ് റൈസ് ഒരു അറബിക് ഡിഷാണ്. ചിക്കനിലും ബീഫിലും ഇത് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 25 മിനിറ്റോളം താമസമുണ്ട് ഇത് പ്രിപ്പറേഷൻ ചെയ്തെടുക്കാൻ. നമ്മൾ നേരത്തെ തന്നെ വിളിച്ചു പറയണം. അങ്ങനെ കുക്കർ വെച്ചു, എണ്ണ ഒഴിച്ചു, ഒനിയനിട്ടു, അതിൻ്റെ ഒപ്പം തക്കാളിയും ക്യാപ്സിക്കവും ഇട്ട് നല്ല പോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ബട്ടറും അവരുടെ സ്പെഷ്യൽ മസാലയും അതോടൊപ്പം വെള്ളവും ചിക്കനും റൈസും എല്ലാം ഇട്ട് ഒരു പ്രത്യേക പ്രിപ്പറേഷൻ തന്നെയാണ് ഈ മദ്ഹൂദ് റൈസ് ഉണ്ടാക്കുന്നത്. ഇത് ചിക്കനിലും ബീഫിലും ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ മദ്ഹൂദ് റൈസ് അങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ എല്ലാ ചേരുവകളും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ വെയിറ്റിങ്ങിലാണ്. ചിക്കനും ഇട്ടു, റൈസും ഇട്ടു. അതിനുശേഷം കുക്കർ മൂടി വെച്ച് ഒരു 25 മിനിറ്റ് വേവിക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് സർവ് ചെയ്യുള്ളൂ. അങ്ങനെ ഞാൻ വെയിറ്റിങ്ങിലാണ്. ഇനി കുക്കറിൽ വിസിൽ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ കുക്കറിൽ വിസിലൊക്കെ വന്നു. നമ്മുടെ ചിക്കൻ മദ്ഹൂദ് അങ്ങനെ ടേബിളിൽ എത്തിയിരിക്കുകയാണ്. ഇനി ടേസ്റ്റിംഗ് ടൈമാണ്. ചിക്കൻ മദ്ഹൂദിൻ്റെ ഒപ്പം നമുക്ക് മയോണൈസും കുക്കുംബറും പിന്നെ ടൊമാറ്റോ ചട്നിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ മദ്ഹൂദ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. കുറച്ചെടുത്ത് എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടു. അതിൻ്റെ ഒപ്പം നല്ല വെൽ കുക്ക്ഡായ നല്ല സോഫ്റ്റ് ചിക്കനും കൂടി വെച്ചു. കുറച്ചെടുത്ത് കഴിച്ചു നോക്കി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ചിക്കനും അതിൻ്റെ ഒപ്പം മയോണൈസും പിന്നെ ടൊമാറ്റോ ചട്നിയും എല്ലാം കൂടി ഒരു പിടിയങ്ങ് പിടിച്ചു. സൂപ്പർ തന്നെ. ചിക്കനായാലും റൈസായാലും നല്ല സോഫ്റ്റ് തന്നെ. ആ ചിക്കൻ്റെ സ്റ്റോക്കിൽ കിടന്ന് വെന്ത റൈസ് ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഒരു പാഷൻ ഫ്രൂട്ട് മൊജിറ്റോയും കുടിച്ചു. നിങ്ങളും തീർച്ചയായിട്ടും ഇവിടെ വരിക. പുതിയ വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് വിജേഷ്.